നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇന്ന് തൃശ്ശൂരിലെ സ്വർഗം, തൃശ്ശൂരിൻ്റെ മിനിയൂട്ടി എന്നൊക്കെ അറിയപ്പെടുന്ന പെരുവൻ മലയുടെ വിശേഷങ്ങളാണ്. ഒരു മലയുടെ മുകളിൽ 50 ഏക്കറോളം നീണ്ടുകിടക്കുന്ന പ്രദേശത്ത് പ്രകൃതിയുടെ മനോഹാരിതയിൽ തലയെടുപ്പോടെ സ്ഥിതി ചെയ്യുന്ന മലമുകളിലെ ഒരു വിസ്മയമുണ്ടവിടെ. പെരുവൻമല മഹാദേവ ക്ഷേത്രം. തൃശ്ശൂരിലെ കേച്ചേരിയിൽ തലക്കോട്ടുകര ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മല കയറിയാണ് ഈ ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത്. കുറച്ചു ദൂരം നടക്കാനുമുണ്ട്. എന്നാൽ ചുറ്റിലുമുള്ള പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നടക്കുമ്പോൾ ക്ഷേത്രത്തിലെത്തുന്നത് അറിയുന്നതേയില്ല. സമുദ്രനിരപ്പിൽ നിന്ന് 500 അടിയോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം വിശ്വാസികളെ പോലെ തന്നെ യാത്രകളെ പ്രണയിക്കുന്നവർക്കും ഏറെ പ്രിയങ്കരമായ സ്ഥലമാണ്. ഇവിടുത്തെ പെരുവൻമലയുടെ പ്രകൃതി ഭംഗി തന്നെയാണ് ഇതിന് കാരണം. മലയുടെ മുകളിലെത്തിയാൽ പ്രധാന ആകർഷണം ക്ഷേത്രത്തിനടുത്തെ ഒറ്റ മരമാണ്. ആലും മാവും കൂടി ചേർന്ന ഒറ്റ മരം, ആൽമാവു മരം. ഇവിടെ ഇരിക്കാൻ തന്നെ ഒരു പ്രത്യേക അനുഭൂതിയാണ്. മുകളിൽ ചെന്നാലോ തൃശ്ശൂരിൻ്റെ നഗര സൗന്ദര്യം അപ്പാടെ പകർത്തിത്തരും പെരുവൻമല. ദൂരെ പടിഞ്ഞാറ് പൊട്ടുപോലെ അറബിക്കടലും സഹ്യപർവ്വത നിരകളും കാണാൻ കഴിയും. ഇവിടെ ഒരു മൊട്ടക്കുന്നുപോലെ കാണപ്പെടുന്ന ഇവിടേക്ക് സൂര്യോദയവും അസ്തമയവും കാണാനാണ് സന്ദർശകർ എത്താറുള്ളത്. പ്രകൃതിയിൽ അലിഞ്ഞ് ഇളംകാറ്റിൽ അലിഞ്ഞ് ഒരു സായാഹ്നം ചെലവഴിക്കണോ എങ്കിൽ പെരുവൻമലയിലേക്ക് പോന്നോളൂ കേട്ടോ. സെപ്റ്റംബർ മാസത്തിൽ കണ്ണാന്തളി പൂക്കുന്ന ഗ്രാമീണ ഭംഗിയുള്ള ഒരിടം. യാത്രകളെ ഇഷ്ടപ്പെടുന്നവർ ഈ സ്ഥലം കാണാതെ പോകരുത്. ഇവിടെ ചെന്നിരുന്നാൽ മനസ്സിനൊരു സമാധാനമാണ്. പ്രകൃതിയിൽ അലിയാൻ ആഗ്രഹിക്കാത്തവർ ആരാണുള്ളതല്ലേ? എങ്കിൽ പെരുവൻമലയിലേക്ക് പോന്നോളൂ.